نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോ? എൻ്റെ ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കളെ, നിങ്ങൾക്കൊക്കെ സുഖാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? സെറ്റല്ലേ? ഉഷാറല്ലേ? ചായയൊക്കെ കുടിച്ചിട്ടില്ലേ? നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? എന്തിനാണ് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്നത്? നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് അല്ലേ? ഒന്നാം ക്ലാസ്സിൻ്റെ അറബിയുടെ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി റെഡി ആയി നിങ്ങൾ നിൽക്കുകയാണ് അല്ലേ? ഒന്നാം ക്ലാസ്സിലെ അറബീനെ ഇപ്പൊ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാ. എന്തൊരു ഈസിയാണെന്നാ, ഭയങ്കര ഈസി ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്ക് ഉഷാറായിട്ട് ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഉഷാറായിട്ട് നിങ്ങളെ മൈൻഡിലേക്ക് കയറുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ വേഗം പറഞ്ഞു പോകും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു ആട്ടുംകുട്ടിയുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആട്ടുംകുട്ടിയുടെ ഒരു കഥ അല്ലെ? ഹറൂഫ് എന്നാണ് ആട്ടുംകുട്ടിക്ക് പറയുന്നത്. ഹറൂഫ്, ആ ഒരു ഹറൂഫിന് ചെറിയൊരു ആട്ടിൻകുട്ടിയുടെ കബിഷ്, ഹറൂഫ് ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പൊ ഈ ഒരു ഹറൂഫും ഒരു അസദും അല്ലെ? ഒരു അസദു എന്ന് പറഞ്ഞ ഓർമ്മയായിരുന്നു സിംഹം, സിംഹത്തിന്റെ കഥ അല്ലെ? സിംഹത്തിന്റെയും അതേപോലെ തന്നെ ഹറൂഫ് ചെറിയൊരു ആട്ടിൻകുട്ടിയുടെയും കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ആട്ടിൻകുട്ടി എന്താണ് സംഭവിച്ചത്? ഈ ആട്ടിൻകുട്ടി എന്താണ് സംഭവിച്ചത്? ഈ ആട്ടിൻകുട്ടി വഴിയിൽ ഇങ്ങനെ തപ്പി തടഞ്ഞ് ഇങ്ങനെ നടന്നു മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടുന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉണ്ടല്ലേ, വീഡിയോ എടുക്കട്ടെ. ഫൈപ്പ് ചെയ്ത് പറഞ്ഞതാ. ഓക്കെ, റെഡി. ഞാൻ വീഡിയോ എടുക്കട്ടെ. ഓക്കെ, റെഡി. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ മുന്നോട്ട് ഇങ്ങനെ നടന്ന് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം അങ്ങനെയല്ലേ? നമുക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ബിരിയാണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം കഴിക്കൂലേ? ഇല്ലേ? മന്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം കഴിക്കൂലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. പിന്നെ ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ്? എനിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചിക്കൻ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം കഴിക്കൂലേ? അങ്ങനെ ഈ ഒരു ഹറൂഫ് പാവൻ ചെറിയൊരു ആട്ടിൻകുട്ടി എന്ത് ചെയ്യാണ്? ഭക്ഷണം, നല്ല ഇഷ്ടമുള്ള ഭക്ഷണം, ഐറ്റിങ്ങളെ ബിരിയാണി അല്ലേ? ആ ആടുകളുടെ ഒക്കെ ബിരിയാണി എന്നൊക്കെ പറയുന്നത് നല്ല പുല്ലൊക്കെ ആയിരിക്കും. നമ്മൾ മന്തിയും ബിരിയാണിയും ഒക്കെ കഴിക്കുന്നത് അവർക്ക് നല്ല പച്ച പുല്ലുകളൊക്കെ കഴിക്കും. അപ്പൊ ആ പച്ച പുല്ലുകൾ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കുറെ മുന്നോട്ട് പോയി ഭക്ഷണം കഴിച്ച് വയറൊക്കെ നിറഞ്ഞു കൊണ്ട് നോക്കുമ്പോൾ ഈ ചങ്ങായിക്ക് വീട്ടിലേക്ക് പോകാനുള്ള വയ്യ കാണുന്നില്ല. മറന്നുപോയി. പിന്നെ എന്താക്കും? വയ്യ കാണാണ്ട് പിന്നെ എന്താ ചെയ്യുക? വഴി വേണ്ടേ? വീട്ടിലേക്ക് പോകാൻ വഴി വേണ്ടേ? വഴി അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. വീട്ടിലേക്ക് പോകാൻ പറ്റൂല. അങ്ങനെയാണെങ്കിലോ ഒരു പാവത്താനായിട്ടുള്ള ഒരു സിംഹാണ്, ഒരു പാവത്താനായിട്ടുള്ള അസദാണ്. അവള് വിചാരിച്ച എന്താണ്? ഈ ഹറൂഫിന് ഈ അസദ് പഠിച്ചങ്ങ് തിന്നാളൂ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പാവോ ഈ അസദ് എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ് ഞാനിവിടെ കാണിച്ചു തരാം അല്ലേ? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കഥ നിങ്ങൾ ഓർക്കുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കഥ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അസദ് വന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു അല്ലേ? മൻ എന്നങ്ങോട്ട് ചോദിച്ചു. മൻ അസദാണ് ചോദിച്ചത്. ഹറൂഫ് അങ്ങോട്ട് ചോദിച്ചു മൻ ആരാ നീ? എന്നെതിരെ ഞാൻ കണ്ടിട്ടൊന്നുമില്ലല്ലോ. നീ ആരാണ്? മൻ, ആരാണ് നീ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ അസദാണ് എന്ന് പറഞ്ഞു അല്ലെ? അടുത്ത ചോദ്യം ചോദിക്കുന്നത് പാവ അസദാണ്. ഈ ചങ്ങായി എന്താണ്? ഈ ഹറൂഫ് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക കാണുന്നില്ലേ? നിങ്ങൾ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വരുന്നത് കാണുന്നില്ലേ? പാവ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് പാവ ഹറൂഫ് എന്ത് ചെയ്യുക? ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കും. ഈ അസദ് ചോദിക്കുകയാണ് ലിമ തബ്കി, എന്തിനാണ് തബ്കി? എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നത്? ആരാ കരയുന്നത് ഇതിൻ്റെ അകത്ത്? ആരാ? ആട്ടിൻകുട്ടിക്ക് നമ്മൾ പുതിയൊരു പേര് പഠിച്ചില്ലേ? എന്താ? ഹറൂഫ്. മാഷാഅല്ലാഹ്, വെരി ഗുഡ്. അടിക്കടാ. എന്താണ് ഹറൂഫ് അല്ലെ? ഹറൂഫ് അവള് ആട്ടിക്കുട്ടിയുടെ പേര് പഠിച്ചിട്ടുണ്ട്. ഹറൂഫ് ആണ്. അപ്പൊ ഈ ഹറൂഫ് ഇങ്ങനെ കരയാണ്. എന്തിനാവശ്യം കരയുന്ന ചോദിച്ചപ്പോ പറഞ്ഞു ഉമ്മേ അബീ എന്ന് പറഞ്ഞ കരയാണ്. ഉമ്മീ എന്ന് പറഞ്ഞ ആരാ? മീ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ, എൻ്റെ അമ്മ. അബീ എന്ന് പറഞ്ഞാലോ എൻ്റെ അച്ഛൻ, എൻ്റെ ഉപ്പ അല്ലെ? അങ്ങനെയാണ് ഉമ്മീ അബീ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? എന്തിനാണ് ഇനി കരയുന്നത്? അപ്പൊ ആട്ടിൻകുട്ടി ഒന്നും ഹറൂഫ് ഒന്നും പറയുന്നില്ല. അസദ് ചോദിക്കാണ് ലിമ തബ്കി,
ലിമ തബ്കി ലിമ തബ്കി ലിമ തബ്കി. ഇപ്പൊ പറയണം ഉമ്മീ അബീ. അതിന്റെ ഉപ്പനെ അതിന്റെ അച്ഛനെ അമ്മനെ ഒന്നും കാണാനായിട്ട് അത് എന്ത് ചെയ്യാണ്, കരയാണ്. കാണുന്നില്ല ഞങ്ങൾ കണ്ടെന്നൊക്കെ വെള്ളാക്കണ കരച്ചിൽ വരുന്നത് കണ്ടിട്ട്. പാവലെ ഈ അസദാണെങ്കിൽ ഒരു പാവത്താനായിട്ടുള്ള അസദ പൊട്ടരാന്ന് തോന്നുന്നുണ്ട്. ആ വലിയ മറ്റേ വേറെ അസദൊക്കെ ആണെങ്കിൽ എന്താ ഇങ്ങനെയുള്ള ഹറൂഫുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് പിടിച്ചങ്ങ് തിന്നാളൂ. അതിന് കടിച്ച് പറിച്ചങ്ങ് തിന്നാളൂ ആട്ടിനൊക്കെ കണ്ടാൽ. നല്ല ടേസ്റ്റ് അല്ലേ ആട്ടിറച്ചിക്കൊക്കെ അല്ലേ. പക്ഷെ ഈ പാവത്താനായിട്ടുള്ള ഈ അസദ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയ്യോ അയ്യോ അച്ഛാ അത് പറഞ്ഞിട്ടില്ലേ എന്താ. അപ്പൊ നമുക്ക് എന്തിനാ നീ കരയുന്നേ, എന്തിനാ നീ കരയുന്നത് ചോദിച്ചപ്പോ പറയാണ് ഉമ്മി അബി. ഉമ്മ ഉപ്പ, എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അല്ലേ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ടേക്ക് പോവാണ്. അടുത്ത ചോദ്യം. അപ്പോൾ അസദ് പറഞ്ഞു ഇനി കരയണ്ട അല്ലേ. ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ അസദ് പറഞ്ഞു നീ എന്തിനാ കരയുന്നേ, നീ കരയണ്ട, നീ കരയണ്ട, ഞാൻ എന്നെ പിടിച്ച് തിന്നൊന്നുമില്ല. ഞാനിവിടെ അല്ലേ, കാട്ടിലെ രാജാവായിട്ടുള്ള ഒരാളല്ലേ ഞാൻ. എന്നെ കണ്ടിട്ടൊരു ലുക്കൊന്നും ഇല്ലെങ്കിലും അങ്ങനെ എന്നെ കണ്ടിട്ടൊരു ലുക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ കാട്ടിലെ രാജാവല്ലേ, ഞാനിവിടെ അല്ലേ, ഞാൻ നിന്നെ രക്ഷിക്കൂലേ. ഞാൻ നിന്നെ രക്ഷിക്കും. നീ എന്തിനാ കരയുന്നേ, ഞാൻ ഇവിടെ ഉണ്ട്, നീ പേടിക്കേണ്ട ഒരു ആവശ്യമേയില്ല, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും, നീ പേടിക്കേണ്ട ഒരു ആവശ്യമേയില്ല, കാട്ടിലെ രാജാവല്ലേ ഞാനൊന്നുമില്ലെങ്കിലും. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് അയിന ഉമ്മുക്ക് അയിന ഉമ്മുക്ക് അയിന അയിന ചോദിച്ചാൽ എന്താന്ന് അറിയാം മക്കളെ, എവിടെ അയിന ഉമ്മുക്ക്, നിന്റെ ഉമ്മ എവിടെയാ, അയിന ഉമ്മുക്ക് നിന്റെ ഉമ്മ എവിടെയാ, അയിന ഉമ്മുക്ക് നിന്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ എവിടെയാ, അയിന ഉമ്മുക്ക് നിങ്ങളുടെ അമ്മ എവിടെയാ, നിങ്ങളുടെ മാതാവ് എവിടെയാ, നിങ്ങളുടെ മദർ എവിടെയാ, നിങ്ങളുടെ മോം എവിടെയാണ്, എവിടെയാണ് അയിന ഉമ്മുക്ക്. നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് വീഡിയോ കാണുന്നുണ്ടോ, ഉണ്ടോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിരിക്കും, അത് അടിപൊളി മാമായിരിക്കും. അല്ലെങ്കിൽ ഫോണൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ കണ്ടോളി എന്ന് പറയാ. അങ്ങനെയാ അല്ലല്ലേ. ഒരു ചിലപ്പോൾ എന്തോ തിരക്കൊക്കെ ഉണ്ടായിട്ടായിരിക്കും അല്ലേ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ നല്ലോണം പഠിക്കട്ടോ. റെഡി. ഓരൊക്കെ വലുതായി പഠിച്ച് വലിയ ആൾക്കാരൊക്കെ ആയി അല്ലേ. നമുക്കും പഠിച്ച് വലിയ ആൾക്കാരാണ്ടേ ആദ്യം പഠിച്ച് വലിയ ആളാണ്ടേ ഉണ്ടേ. ഓക്കെ. അപ്പോൾ ഇത് ആരാ കരയുന്ന ആളെ പേരെന്തേനു? ആടിന് അറബിയില്ലേനു ഹറൂഫ് അല്ലേ. ഹറൂഫാണ്. അപ്പൊ ഈ സിംഹത്തിന് അറബിയിൽ എന്താ പറയാ? അസദ് അല്ലേ. അയിനോമുക്ക് എവിടെയാ നിന്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മയൊക്കെ എവിടെയാ അല്ലെ. അയിനോമുക്ക് ഉമ്മ എവിടെയാ? അപ്പൊ പറയാണ് ഫിൽ ബൈത്ത്. എവിടെയാണ്? ഫിൽ ബൈത്ത്, വീട്ടിലാണ്. ഉമ്മ എവിടെയാണുള്ളത്? ഉമ്മ വീട്ടിലാണ്. ഫിൽ ബൈത്ത് എവിടെയാണുള്ളത്? വീട്ടിലാണ്. ഇവിടെ ഒരു വീട് വരച്ചു നോക്കട്ടെ. ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ നോക്കിക്കോ. എനിക്ക് അറിയുന്ന പോലെ ഒരു വീട് വരയ്ക്കാൻ. എന്താ ഇത് ബൈത്താട്ടോ, ബൈത്താണേ, ബൈത്ത്. ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കിക്കോട്ടെ അല്ലേ. അത് കണ്ണിന്റെ മാതിരിയൊക്കെ ആയിപ്പോയടോ ബൈത്ത്. എങ്ങനെയുണ്ട് ബൈത്ത്? എന്റെ ബൈത്ത് എങ്ങനെയുണ്ട്? അടിപൊളി ബൈത്ത് അല്ലേ. ഐനോമൊക്കെ എവിടെയാണ് ഉമ്മ? അപ്പൊ പറഞ്ഞു ഫിൽ ബൈത്ത്. എവിടെയാണ് ഉമ്മ? എവിടെയാണുള്ളത്? ഫിൽ ബൈത്ത്, വീട്ടിൽ. ഫിൽ ബൈത്ത്, വീട്ടിൽ. സ്കൂളിന് നമ്മൾ മദ്രസ എന്നാണ് പറയാ. സ്കൂളിന് എന്താ പറയാ? മദ്രസ എന്നാണ്. അപ്പൊ മദ്രസയിൽ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ഫിൽ മദ്രസ അല്ലേ. ക്ലാസ്സിന് നമ്മൾ സ്വഫ് എന്നാണ് പറയാ. സ്വഫ് ക്ലാസ്സിന്. വെറുതെ നിങ്ങൾ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ക്ലാസ്സിന് നമ്മൾ സ്വഫ് എന്നാ പറയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ എന്നുള്ളതിന് എന്താ പറയാ? ഫിസ്വഫ് അല്ലേ. ഫിസ്വഫ് അല്ലേ. ഫിസ്വഫ്. ഫിൽ മൈദാൻ എന്ന് പറഞ്ഞാൽ മൈതാനത്ത്. ഫിൽ ഹാഫില എന്ന് പറഞ്ഞാൽ എവിടെയാ? നിങ്ങൾക്കറിയാം അല്ലേ, ബസ്സിൽ അല്ലേ. ഓക്കെ, റെഡി. അപ്പൊ ഇവിടെ എന്താ? ഫിൽ ബൈത്ത് എവിടെയാണുള്ളത്? വീട്ടിലാണുള്ളത്. ഫിൽ മദ്രസ സ്കൂളിലാണുള്ളത്. ഫിൽ സ്വഫി ക്ലാസ്സിലാണുള്ളത് അല്ലേ. ഇവിടെ ഉമ്മ എവിടെയാണുള്ളത്? അതിന്റെ ഉമ്മക്ക്, എന്റെ ഉമ്മ എവിടെയാണുള്ളത് ചോദിക്കുകയാണേ. അതിന്റെ ഉമ്മക്ക് നീ ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ടല്ലോ, ഉമ്മീ അബി മേ എന്ന് പറഞ്ഞ ഹറൂഫെ നീ ഇങ്ങനെ കരയുന്നുണ്ടല്ലോ, എന്റെ ഉമ്മ എവിടെയാണുള്ളതെന്ന് അറിയാണ്ട് ഞാൻ എങ്ങനെ എന്റെ ഉമ്മന്റെ അടുത്തേക്ക് ആക്കി തരിക? സിംഹം ചോദിക്കുക, അസദ് ചോദിക്കുക. അപ്പൊ പറഞ്ഞു ഫിൽ ബൈത്ത്. എവിടെയാണുള്ളത്? ഉമ്മ എവിടെയാണുള്ളത്? ഫിൽ ബൈത്താണ്, വീട്ടിലാണുള്ളത്. ഉമ്മ എവിടെയാണുള്ളത്? വീട്ടിലാണുള്ളത്. അപ്പൊ നല്ല പാവത്താനായിട്ടുള്ള അസദാണ്. എന്തൊരു പാവത്താനായിട്ടുള്ള അസദാ. നോക്കടാ മക്കളെ, എന്തൊരു പാവായിട്ടുള്ള അസദാ. നോക്ക്, ഈ അസദ് കണ്ടടാ. ഈ അസദ് നമ്മുടെ ഈ ഒരു ഹറൂഫിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയതാ. ഈ ഹറൂഫിനെ കൂട്ടിയിട്ട് പാവ അവര് വീട്ടിലേക്ക് നടന്നു പോവാ. നോക്ക്, നെറുഹയിലൽ ബൈക്ക്. നമ്മൾ വീട്ടിലേക്ക് പോവാലോ എന്ന് പറഞ്ഞിട്ട് പാവം എന്ത് ചെയ്യാണ് ഈ അസദ് ഈ ഒരു ഹറൂഫിനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാ? നടന്നു
ഒന്ന് പോവാ വീട്ടിലേക്ക്. ഇഷ്ടായോ കഥ? പാവല്ലേ അസദ്. നമ്മൾ അസദിനെ പറ്റി ഇതുവരെ വിചാരിച്ചത് എന്താ? അസദ് ഭയങ്കര ഒരു ഭീകര ജീവിയാണ്, അസദ് ആളുകളൊക്കെ കണ്ടാ കടിച്ചു പറിച്ച് തിന്നാളും. പക്ഷെ ഈ ഒരു പാഠത്തില്, നമ്മൾ പഠിച്ച പാഠത്തില് ഈ ഒരു അസദ് എന്ന് പറയുന്നത് പാവൻ ചെറിയൊരു അസദാണ്. ചെറിയ അസദല്ല കേട്ടോ, വലിയ അസദാണ്. ചെറിയ അസദ് എന്ന് വെച്ചാൽ പാവായിട്ടുള്ള അസദ, വളരെ പച്ച പാവായിട്ടുള്ള അസദ. ആ ഹറൂഫിനെ കൂട്ടിട്ട് നമ്മൾ പോവാലോ, മേ 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 എന്ന് പറഞ്ഞ ഹറൂഫ് ഇങ്ങനെ അസദിന്റെ കൂടെ പോവുക. നോക്കിയതാ ഇല്ലേ, പോകുന്നില്ലേ? അങ്ങനെ കൂടെ പോവാടേ അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താ? നമ്മൾ പഠിച്ചത് ലിമത്തബിക്കി ചോദിച്ചാ എന്താ? ലിമത്തബിക്കി അങ്ങനെ ചോദിച്ചാ എന്താ? കരയ. എന്തിനാ കരയുന്നേ? അപ്പൊ പറയാണ് ഉമ്മീ അബീ അല്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കാണ്, ഐന ഉമ്മുക്ക്, ഐന ഉമ്മുക്ക്. എന്താ അങ്ങനെ ചോദിച്ചാ എന്താ? ഐന ഉമ്മുക്ക് എന്ന് ചോദിച്ചാ എന്താ? നിന്റെ ഉമ്മ എവിടെയാ? അപ്പൊ പറയാണ് ഫിൽ ബൈത്ത്. എവിടെയാ ഫിൽ ബൈത്ത് എന്ന് പറഞ്ഞാ എന്താ? വീട്ടില്. വീട്ടിലാണ് ഫിൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നിങ്ങൾ പറയുന്നുണ്ടോ? വീട്ടിൽ അല്ലേ, വീട്ടിലാണ്. അപ്പൊ പറയുകയാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട, അമ്മക്ക് എന്ത് ചെയ്യാം, അമ്മക്ക് വീട്ടിൽ പോവാ, ഞാനില്ലേ, ഞാൻ വഴി കാണിച്ചു തരാം അല്ലേ. ഇവിടെ നമുക്ക് അസദ് എന്ന് വായിക്കാനുണ്ടല്ലേ, അസദ്. നോക്കിയേ, അസദ് അല്ലേ, അസദ് അല്ലേ. ഇവിടെ നിങ്ങൾ കണ്ടോ അസദില് ഒരു റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത ഒരു അക്ഷരം കണ്ടോ? അതേതാ അക്ഷരം? ആയാണ് അല്ലേ. ആ നമ്മൾ ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ആ അക്ഷരമാണ്. ഈ ഒരു സംഭവം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താ? ഈ ഒരു ആ എന്ന് പറയുന്ന അക്ഷരമാണ്. നോക്കിയേ നിങ്ങൾ, ഈ ആ എന്ന് പറയുന്ന അക്ഷരം നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് എഴുതാൻ അറിയോ ആ എന്ന് പറയുന്ന അക്ഷരം? ഇല്ലേ. ഈ അസദ് എന്ന് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ടോ? ഉണ്ടാവൂലേ. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത പേജിലൊക്കെ നമുക്ക് അതിനെപ്പറ്റി എഴുതാനുണ്ട്, വരയ്ക്കാനൊക്കെ ഉണ്ട്. നോക്ക് നിങ്ങൾ, ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിന്റെ വഴി ഇങ്ങനെ ഇവിടുന്നാണ് വരച്ചു കൊടുക്കേണ്ടത് അല്ലേ. ഈ ഒരു ഭാഗത്ത് നിന്ന് വലതു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വഴി എന്ത് ചെയ്യുക? വഴി ഇങ്ങനെ പെൻസിലോണ്ട് നല്ല കറക്റ്റിൽ വരച്ചു കൊടുക്കണേ നിങ്ങൾ. ഞാനിങ്ങനെ നോക്കണ്ട, ഞാൻ എൻ്റെ ടാബിൽ ഇങ്ങനെ എനിക്ക് നടക്കും വരയ്ക്കാൻ. ഇങ്ങനെ വരയ്ക്കണം അല്ലേ. ഇങ്ങനെ വരച്ച് നമ്മൾ എന്ത് ചെയ്യണം? വഴി കാണിച്ചു കൊടുക്കുകയാണ്. അടുത്തത് അസദ്. നോക്ക് നിങ്ങളിവിടെ അസദ്, ഇവിടെ ഭാവത്താനായിട്ട് വെള്ള കളറായിട്ടുള്ള അസദ. ഇതിന് കറക്റ്റ് നല്ല കളർ കൊടുക്കുക. ഈ അസദിന് നല്ല ഭംഗിയിലുള്ള കളർ കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ആന നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല ഭംഗിയിലുള്ള ഒരു റെഡ് കളറും അതിന് കൊടുക്കുക അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു പാഠത്തിൽ അടിപൊളിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. കുറേ കാര്യങ്ങൾ തന്നെ, കുറേ കാര്യമൊന്നുമില്ല. എന്താ അസദ് എന്ന് പറഞ്ഞാൽ എന്താ? അസദ് എന്ന് പറഞ്ഞാൽ സിംഹാണ്. അസദിന്റെ മുന്നിൽ ഒരു ആ ഉണ്ട്, ആ അല്ലേ, ആ ഈ ഉ ഇതൊക്കെ നമുക്ക് അറിയാം അല്ലെ, നമുക്ക് അടുത്തവരൊക്കെ പറയാം. അതേപോലെ തന്നെ ഇവിടെ ലിമതബിക്കി, എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നത്? എൻ്റെ ഉമ്മനെ ഉപ്പനെ കാണാനായിട്ടാണ് അവൻ കരയുന്നത്. അടുത്ത ചോദ്യം, അയിന ഉമ്മക്ക്, എൻ്റെ ഉമ്മ എവിടെയാ? അയിന ഉമ്മക്ക് ഫിൽ ബൈത്ത്, വീട്ടിലാണ്. ഇപ്പൊ സ്കൂളിൽ നിന്നുള്ള എന്താ പറയാ? ഫിൽ മദ്രസ അല്ലേ. നമുക്ക് അറിയാം അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കൂല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞത്. പരീക്ഷയിൽ വരികയാണെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടായിരിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കുകയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായ ലൈക്ക് ബട്ടൺ ഞെക്കാൻ മറന്നു പോകരുത്. അതേപോലെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കും, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കി അടിപൊളിയാക്കി സെറ്റാക്കി ഉഷാറാക്കി. പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ ഇങ്ങനെ നീളത്തിൽ ട്രെയിൻ പോകുന്ന പോലെ ഇങ്ങനെ ഒരു സാധനമൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ നമ്മുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിലൊക്കെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ, സീ യു, ടാറ്റ.